കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയതാണ് അവളെ. ബാല്യം, ബാല്യത്തിലെ വഴക്കുകൾ, പിന്നെ കൗമാരം, അതിന്റെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അതിലൊക്കെ ഒളിപ്പിച്ച് ഓമനിച്ച് സൂക്ഷിച്ച പ്രേമം, പിന്നെ കല്യാണം. അത് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ കാൽക്കീടിൽ കിടന്നുരുളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ഹാപ്പിനെസ്. കുറെ കാലം കഴിഞ്ഞപ്പോഴത് തുടങ്ങി. മാനസിക അസുഖം, ടൈഫോയിഡ് പോലെ, മഞ്ഞപ്പിത്തം പോലെ ഒരു അസുഖം, തലച്ചോറിന് നേർത്ത പനി, അത് കൂടിക്കൂടി വന്നു. ലോകത്തിൽ ഏത് ചികിത്സയും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുമ്പോ മാറുമെന്ന്. അങ്ങനെ അവളുടെ അസുഖം മാറ്റാൻ വേണ്ടി മാത്രം വന്ന് പിറന്നു എന്റെ പൊന്നുമോൻ രാഹുൽ. കിട്ടൂ, എന്റെ ഈ കൈ കൊണ്ട് ആ പൊന്നുമോനും താലോലിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ പിറന്നപ്പോ സുശീലയുടെ ദീനം പിടിച്ച തലച്ചോറ് അവളോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചോ, ഞാൻ എന്റെ മോനെ കൊല്ലുമെന്ന്. പിന്നെ അവനൊന്ന് നോക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കൊല്ലുമെന്ന് പേടിച്ച് കുഞ്ഞിനെ മാറോടടക്കി ആഴ്ചകളോളം അവൾ ഉറങ്ങാതിരുന്നു. അപ്പോഴൊക്കെ അസുഖം കൂടുകയായിരുന്നു. എന്നിലെ അച്ഛൻ, എന്നിലെ ഭർത്താവ് അകലെ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹം പെരുകി, അതിരില്ലാത്ത മാനത്തോളം. ഒരിക്കൽ പിച്ച വെച്ച് നടക്കുന്ന എന്റെ മോൻ ഒരു ബ്ലേഡ് എടുത്ത് കളിക്കുന്ന കണ്ടപ്പോ അവന്റെ പിഞ്ചു വിരൽ മുറിയുമെന്ന് കരുതി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച എന്നെ കണ്ട് എന്റെ സുശീല ഓടി വന്നു എന്നെ പിച്ചി പൊളിച്ചു. നിന്നെ കൊണ്ടെന്റെ മോനെ കൊല്ലിക്കില്ല നമ്മൾ അലറി. ഭ്രാന്ത് അവളുടെ ചുണ്ടിലും കണ്ണിലും കൂടെ തിളച്ചുരുകി. ആ രാത്രി, ശപിക്കപ്പെട്ട നവംബർ 18-ന് അവൾ എന്റെ രാഹുലിന്റെ തല കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ഒരു സാരിത്തുമ്പിൽ കെട്ടി തൂങ്ങി അവളും ഈ വീടിനോട് യാത്ര. അവളുടെ അസുഖം മാറ്റാമെന്ന് രാഹുൽ അത് മാറ്റി, എന്നേക്കുമായി മാറ്റി. കിട്ടൂ, നിനക്ക് കാണണം ആ കല്ല്, എന്റെ പൊന്നുമോനെ തലച്ചോറിടിച്ചു പൊളിച്ച ആ കല്ല്.